തന്റെ മാതാപിതാക്കളുടെ നാടായ കുട്ടനാട്ടിലെ ബന്ധുക്കളെ സന്ദർശിക്കാനെത്തിയതായിരുന്നു അരുൺ. സംസാരിച്ചിരുന്നപ്പോൾ സമയം പോയതവൻ അറിഞ്ഞില്ല. ഫോൺ എടുത്തു നോക്കിയപ്പോഴാണ് വളരെ വൈകിയെന്ന് മനസ്സിലായത്. നാളെ അവന്റെ അമ്മയുടെ ചരമവാർഷികമാണ്. അതിരാവിലെ തന്നെ ചടങ്ങുകൾ ഉള്ളതിനാൽ ഇന്ന് രാത്രി തന്നെ വീട്ടിലെത്തേണ്ടതുണ്ട്. വല്ലാത്തൊരു കുറ്റബോധത്തോടെ ബന്ധുക്കളോട് ധൃതിയിൽ യാത്ര പറഞ്ഞ് അവൻ ജെട്ടിയിലേക്ക് നടന്നു. ആകാശത്ത് കറുത്തിരുണ്ട മഴമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ടായിരുന്നു. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. ജെട്ടിയിലെത്തിയപ്പോഴാണ് അവസാനത്തെ ബോട്ടും പോയിരിക്കുന്നുവെന്ന് അരുൺ നിരാശയോടെ മനസ്സിലാക്കിയത്. എങ്ങനെയെങ്കിലും അക്കരെ എത്തിപ്പറ്റിയാൽ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുമായിരുന്നു. ഇവിടെ ഒരു കടത്തുകാരനുണ്ടായിരുന്നു. ഇന്ന് അയാളെയും കാണാനില്ല. അങ്ങനെ നിരാശനായി നിൽക്കുമ്പോഴാണ് കായലിലെ കോടമഞ്ഞിൽ നിന്നും ഒരു പഴയ മരവള്ളം മെല്ലെ പുറത്തേക്ക് വന്നു. വള്ളത്തിന്റെ ഒരറ്റത്ത് മെലിഞ്ഞ നിശബ്ദനായ ഒരു വള്ളക്കാരൻ നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ മുഖം വ്യക്തമല്ല. ചേട്ടാ, എന്നെ ഒന്ന് അക്കരക്കിറക്കുമോ? അയാൾ ഒന്നും മിണ്ടിയില്ല. പക്ഷേ അയാൾ വള്ളം അരുണിന്റെ അടുത്തേക്ക് അടുപ്പിച്ചു. അയാൾ ഒന്നും മിണ്ടാതെ കയറിക്കൊള്ളാൻ എന്നവണ്ണം ഒന്ന് തലയാട്ടി. വലിയൊരു ആശ്വാസത്തോടെ അരുൺ അതിൽ കയറി. അവിടെ വെളിച്ചമില്ലാത്തതുകൊണ്ട് അയാളുടെ മുഖം വ്യക്തമായി കാണാൻ പറ്റുന്നില്ല. ഒരു വല്ലാത്ത മനുഷ്യൻ തന്നെ. ഒരു വാക്കുപോലും അയാൾ എന്നോട് ചോദിച്ചില്ല. എനിക്ക് എവിടെ പോകാനാണെന്ന് പോലും ചോദിച്ചില്ല. എവിടെയോ എന്തോ ഒരു പന്തികേട് അരുണിന് തോന്നിത്തുടങ്ങിയിരുന്നു. ആ വള്ളം വളരെ സുഗമമായാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. വല്ലാതെ സുഗമമായി. വെള്ളത്തിൽ തുഴയുന്ന ശബ്ദമോ മോട്ടോർ ശബ്ദമോ ഇല്ല. അരുൺ തിരിഞ്ഞു നോക്കിയെങ്കിലും വള്ളക്കാരൻ അവനെ ശ്രദ്ധിക്കുന്നേയില്ലായിരുന്നു. നിശബ്ദത മാറ്റാൻ, ചേട്ടൻ എത്ര കാലമായി ഇവിടെ വള്ളം ഓടിക്കാൻ തുടങ്ങിയിട്ട് എന്ന് അവൻ ചോദിച്ചു. മറുപടിയൊന്നുമില്ല. അല്പനേരത്തേക്ക് അവിടെ കനത്ത നിശബ്ദത തളം കെട്ടി. പെയ്യാൻ നിന്ന മഴ ഒന്ന് മാറി നിന്ന പോലെ ഭയപ്പെടുത്തുന്ന ഒരു ശാന്തത. വള്ളത്തിന്റെ പിൻഭാഗത്ത് തുണി കൊണ്ട് മൂടിയ നീളമുള്ള ഒരു രൂപം അപ്പോഴാണ് അരുണിന്റെ കണ്ണിൽപ്പെട്ടത്. ലഗേജ് ആണെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ അതൊരു മനുഷ്യന്റെ പാദങ്ങളാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ അമ്പരപ്പോടെ ചോദിച്ചപ്പോൾ വള്ളക്കാരൻ നിർവികാരമായി പറഞ്ഞു, എന്റെ ഭാര്യയാണ്. അവൾക്ക് അസുഖമായിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി അവൾ മരിച്ചു. വല്ലാത്തൊരസ്വസ്ഥതയോടെ അരുൺ അനുശോചനം അറിയിച്ചെങ്കിലും അയാൾ പ്രതികരിച്ചില്ല. അയാൾ ദുഃഖിതനായതുകൊണ്ടായിരിക്കാം ഒന്നും മിണ്ടാത്തത്. എന്നാലും ഒരു വല്ലാത്ത അവസ്ഥ തന്നെ, അരുൺ മനസ്സിൽ ചിന്തിച്ചു. അവൻ ആ മൃതദേഹത്തെ ഒന്ന് നോക്കി. തുണി കൊണ്ട് മൂടിയിട്ടിരിക്കുകയാണ്. പക്ഷേ കാൽപാദങ്ങൾ പുറത്തു കാണാം. അപ്പോഴാണ് മൃതദേഹത്തിന്റെ കാലിൽ കെട്ടിയിരിക്കുന്ന ഒരു ചെറിയ മണി. അരുൺ ശ്രദ്ധിച്ചു. ഇതെന്താ ചേട്ടാ, കാലിൽ ഒരു മണി കെട്ടിയിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതൊരു ആചാരത്തിന്റെ ഭാഗമാണ് എന്ന് മാത്രം അയാൾ പറഞ്ഞു. പിന്നീട് കുറച്ചുനേരം നിശബ്ദതയായിരുന്നു. അരുൺ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചു. അതയാളുടെ സങ്കടം കൊണ്ടാകാം, അല്ലെങ്കിൽ വല്ല പഴയ ആചാരവുമായിരിക്കുമെന്ന് അവൻ സ്വയം വിശ്വസിപ്പിച്ചു. നാളത്തെ ചടങ്ങുകളെക്കുറിച്ച് ഓർത്ത് അവൻ തന്റെ ഫോൺ എടുത്തു നോക്കി സമയം പരിശോധിച്ചു. പെട്ടെന്ന് ഒരു മണിയൊച്ച കേട്ടു. അരുൺ ഞെട്ടി നോക്കി. തുണി കൊണ്ട് മൂടിയ ആ മൃതദേഹത്തിന്റെ കാൽ ചെറുതായി ഒന്ന് അനങ്ങിയിരിക്കുന്നു.